ഇപ്പൊ ഞാൻ പാടിയ പാട്ടില്ലേ, കർത്താവ് തന്നതാണ്. ദൈവം അന്നു മുതൽ പാട്ടുകൾ തരാൻ തുടങ്ങി. 2014 എൻ്റെ ഗ്രാൻഡ് ഫാദർ മരിച്ച് അവിടുത്തെ ഫ്യൂണറൽ സർവീസ് ഒക്കെ കഴിഞ്ഞ് എൻ്റെ ഏറ്റവും വലിയ ഹൃദയത്തോട് ഞാൻ ഏറ്റവും അടുത്ത് സ്നേഹിക്കുന്ന ഒരു ബന്ധമായിരുന്നു എൻ്റെ ഗ്രാൻഡ് ഫാദറുമായി. അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് എൻ്റെ ഹൃദയം ഭയങ്കര വാക്യൂമായി. ദൈവം ഇനി ആരാ എനിക്കുള്ളേ, എനിക്ക് വേണ്ടി ഷുവറായിട്ടും പ്രാർത്ഥിക്കുമെന്ന് ഉറപ്പുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ സർവീസ് ഒക്കെ കഴിഞ്ഞ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ആ വീട് പപ്പ എന്നാണ് ഞാൻ വിളിക്കുന്നത്. പപ്പ ബൈബിള് വായിക്കുന്നൊരു മുറിയുണ്ട്, കണ്ണ് കാണത്തില്ല. പ്രായം ചെന്നപ്പം ഭൂതക്കണ്ണാടി വെച്ചിരുന്ന് വായിക്കുമായിരുന്നു ഈ പുസ്തകം. ഞാനതൊക്കെ നോക്കുമ്പോൾ ചിന്തിക്കാറുണ്ട്, കർത്താവ് ഇത് ഇത്രയും വർഷം വായിച്ചിട്ടും വീണ്ടും വീണ്ടും ഒന്നും ഇത്ര വായിക്കാനെന്ന്. അപ്പൊ ഞാൻ ആ മുറി പോയി കട്ടിലെല്ലാം അങ്ങോട്ട് കിടന്ന് എൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോയി, ഇനി ആരാ എനിക്കുള്ളത്. എൻ്റെ ഏറ്റവും വലിയ ഫൈറ്റ്, എൻ്റെ ഏറ്റവും വലിയ അറ്റാക്ക് എന്ന് പറയുന്നത് എനിക്ക് ഉറക്കമില്ലായിരുന്നു. എൻ്റെ രാത്രികൾ മൊത്തം ഞാൻ ഞെട്ടി എഴുന്നേൽക്കുമായിരുന്നു, ദേഹം മൊത്തം വേർക്കുമായിരുന്നു, പാനിക് അറ്റാക്സ് വരുമായിരുന്നു, മുറിക്കകത്ത് മൊത്തം ആരോ ഉള്ളതുപോലെ ഫീൽ ചെയ്യുമായിരുന്നു. ഭയങ്കര ഭയത്തിലൂടെയാണ് ഞാൻ നടന്നത്. പക്ഷേ അന്ന് 2014 ഫ്യൂണറൽ സർവീസ് കഴിഞ്ഞിട്ട് മേളിൽ കയറിയിരുന്ന് ഉറക്കത്തിൽ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായി പാട്ട് വരിയും ട്യൂണും കേൾക്കാൻ തുടങ്ങി. ഞാൻ തന്നെ വിചാരിച്ചു, ഉറക്കത്തിൽ ഞാനൊരു പുതിയ പാട്ടും വരികളും കേൾക്കാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ പാടിയ പാട്ടില്ലേ, കർത്താവ് തന്നതാ. കർത്താവ് തന്നതാന്ന് പറഞ്ഞാൽ എവിടെങ്കിലും ഇരുന്ന് എഴുതിയ കാര്യമല്ല പറഞ്ഞേ. ദൈവം അന്നു മുതൽ പാട്ടുകൾ തരാൻ തുടങ്ങി. എൻ്റെ ഉറക്കത്തെയാണ് ദൈവം പിശാച് നശിപ്പിക്കാൻ ശ്രമിച്ചെങ്കിൽ അതേ ഉറക്കം തന്നെ എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായി കർത്താവ് മാറ്റി. എത്ര പേരാ ആ ഗാനം ഒന്ന് പാടും? യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ, യേശുവേ അങ്ങിലലിയുവാ എന്നെ മുഴുവനായി, യേശുവേ അങ്ങില്ലെങ്കിൽ, ഓ യേശുവേ അങ്ങിലലിയുവാൻ എന്നെ മുറ്റും നീ കഴുകേണമേ, നിന്നോട് ചേർന്നു ജീവിപ്പാൻ. നമുക്ക് വേണ്ടത് കർത്താവിനെയാണ്. കർത്താവിനോടൊപ്പം സകലതും വരും.